നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ കുട്ടനാട് സെന്റർ വിദ്യാലയങ്ങളിലേക്ക് നൽകുന്ന ₹1 1 ലൈഫ് മൺകുടുക്കുകൾക്കു പിറകിൽ രോഗി പരിചരണത്തിന് കുട്ടികളെ ഒരുക്കുക എന്നതിനപ്പുറം അനുതാപത്തിന്റെ നനുത്ത സ്പർശമുള്ള കഥയുണ്ട്. മനോഹരമായി പെയിന്റ് ചെയ്ത് ക്ലാസ് മുറികളിൽ വയ്ക്കുന്ന മൺകുടുക്കുകളോടൊപ്പം കുട്ടികൾക്ക് ഈ കഥ കൂടി പകർന്നു നൽകാൻ സെന്ററിലെ സന്നദ്ധ പ്രവർത്തകരും സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ പ്രവർത്തകരും പ്രത്യേകം ശ്രദ്ധിക്കുന്നു. തലവടി ഗ്രാമത്തിൽ പമ്പാ നദിക്കരയിൽ ശിവകാമി അമ്മൻ കോവിലിനടുത്തുള്ള 80 കഴിഞ്ഞ കുട്ടപ്പനും ഭാര്യ ശാന്തയുമാണ് ഈ നിർമ്മിതിക്ക് പിന്നിൽ. ശാരീരിക അവശതകൾക്കിടയിലും മൺപാത്രങ്ങൾ ഉണ്ടാക്കി ജീവിക്കുന്ന ഇവരെ സഹായിക്കുകയെന്ന ലക്ഷ്യം കൂടിയുണ്ട് ആൽഫയുടെ മൺകുടുക്കുകൾക്ക്. പ്രായം ബലഹീനമാക്കിയ കൈകളും കാഴ്ച മറയ്ക്കുന്ന കണ്ണുകളും പക്ഷേ ഈ ദമ്പതികളെ തങ്ങളുടെ ഉപജീവന മാർഗത്തിൽ നിന്ന് ഇതുവരെയും അടർത്തി മാറ്റിയിട്ടില്ല. ഒരു കാലത്ത് ഓരോ നാടിന്റെയും കലാകാരന്മാരായിരുന്നു കുശവന്മാർ. പാത്രങ്ങൾക്ക് പുറമെ വീട് നിർമ്മാണം അടക്കമുള്ള മറ്റ് നിർമ്മിതികളും ഇവരുടെ ചക്രങ്ങളിൽ നിന്ന് ഉരുത്തിരിയുമായിരുന്നു. പുതിയ സാങ്കേതിക വിദ്യകളുടെ ആധിപത്യം ഇവരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുമ്പോൾ ഇന്നലകളുടെ അവസാന കണ്ണികളാവുകയാണ് കുട്ടപ്പനും ഭാര്യ ശാന്തയും. കുടുക്കുകൾക്കൊപ്പം ഇവരുടെ കഥയും ഈ പ്രദേശത്തെ ചരിത്രവും കുട്ടികൾക്ക് പരിചിതമാക്കുന്നതിനു കൂടി ആൽഫയുടെ ഈ സംരംഭം സാധ്യമായതിന്റെ സംതൃപ്തിയിലാണ് ആൽഫ കുട്ടനാട് സെന്ററിലെ പ്രവർത്തകർ. ആൽഫ കുട്ടനാട് സെന്ററിന് സ്വന്തമായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി പരിസ്ഥിതി സൗഹൃദ നിർമ്മാണത്തിൽ വിദഗ്ധനും പത്മശ്രീ പുരസ്കാര ജേതാവും തിരുവനന്തപുരം ഹാബിറ്റാറ്റ് ടെക്നോളജി ചെയർമാനുമായ ആർക്കിടെക്ട് ഡോക്ടർ ജി ശങ്കർ ആൽഫ കുട്ടനാട് സെന്ററും പുതുതായി സെന്റർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലവും സന്ദർശിച്ചു. ഇന്ന് രാവിലെ സെന്ററിലെത്തിയ അദ്ദേഹത്തെ സെന്റർ ഭാരവാഹികളും സ്റ്റാഫും ചേർന്ന് പൂക്കൾ നൽകി സ്വീകരിച്ചു. തുടർന്ന് പ്രകൃതി സൗഹൃദ നിർമ്മാണത്തെക്കുറിച്ചുള്ള തന്റെ സങ്കല്പത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. കുട്ടനാടിന്റെ പ്രകൃതിക്കനുസരിച്ച കെട്ടിടം രൂപകൽപ്പന ചെയ്യാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് അദ്ദേഹം അറിയിച്ചു. ഹാബിറ്റാറ്റിന്റെ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. സ്ട്രോക്ക് ബാധിച്ചതിനെ തുടർന്ന് സെന്ററിൽ ഫിസിയോതെറാപ്പി സേവനം നേടുന്ന സുരേന്ദ്രൻ നിർമ്മിച്ച ശില്പം അദ്ദേഹത്തിന് സമ്മാനിച്ചു. സ്ട്രോക്കിനെ അതിജീവിച്ച തന്റെ അനുഭവം ഡോക്ടർ ശങ്കർ പങ്കുവച്ചു. ഇനിയും ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന ബോധ്യത്തോടെ ജീവിതം തുടരാൻ അദ്ദേഹം എല്ലാവരെയും ഉപദേശിച്ചു. സെന്റർ ഭാരവാഹികളായ ചന്ദ്രമോഹൻ നായർ, കുഞ്ഞുമോൻ, നിർമ്മല ചന്ദ്രമോഹൻ, കമലേശ്വരൻ, സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പുതുക്കാട് പ്രചോദനികേതൻ കോളേജിലെ ആരിഷ് ക്ലബ് അംഗങ്ങളായ 2ാം വർഷ BSc സൈക്കോളജി വിദ്യാർത്ഥിനികളായ 10 പേർ ആൽഫ പാലിയേറ്റീവ് കെയർ ഒല്ലൂർ സെന്റർ സന്ദർശിച്ചു. സെക്രട്ടറി CJ ജോജി, ട്രഷറർ MJ ഡേവിസ് സെന്ററിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഫിസിയോതെറാപ്പിസ്റ്റ് അനു പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. സീനിയർ നഴ്സ് പ്രീതി ഹോം കെയറിനെ കുറിച്ചും മറ്റ് സേവനങ്ങളെ കുറിച്ചും സംസാരിച്ചു. കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ വിസ്മയ വേണുഗോപാൽ നേതൃത്വം നൽകി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.